പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കാം. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആണെങ്കിൽ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് മാക്സിമം അത് എൻജോയ് ചെയ്യാൻ നോക്കിയാൽ നമുക്കത് പ്രോസസ്സിന്റെ പാർട്ടായിട്ട് അങ്ങനെ തോന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുന്ന പോലെ നമുക്ക് അത് ചെയ്യുള്ളൂ. ടൈം തന്നെയാണ് എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവർക്കും വരുന്ന ഒരു ചാലഞ്ച് ടൈം ആയിരിക്കും. എക്സാം വന്ന് സ്റ്റാർട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കുന്ന ഒരു ടൈം ആയിരിക്കും ബേസിക്കലി. അത് നമ്മളെ കയ്യിലുള്ള കൺട്രോളിലുള്ള ഒരു സാധനമല്ല. നമ്മൾ മാക്സിമം നമ്മൾ ആ ഒരു പീരീഡ് യൂട്ടിലൈസ് ചെയ്യാന്നേ ഉള്ളൂ. ഞാൻ ആ രീതിയിൽ വിചാരിച്ചുള്ളൂ ബേസിക്കലി. നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആയ എല്ലാവരും പോലെ തന്നെ കുറച്ചൊക്കെ ടെൻഷൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്കിത് കവറപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. ബിടെക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ ലെവലിലായിരിക്കണം ഒരു നിർബന്ധമില്ല. ഞാൻ ബേസിക്കലി ഒരു ആവറേജ് രീതിയിലാണ് നമ്മളെല്ലാം ഞാനൊക്കെ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളത് കീപ്പ് ഓൺ ട്രൈങ്. അടുത്ത എക്സാമിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യുക. ടച്ച് വിടാതെ ബേസിക്കലി നോക്കും. എവിടെയായാലും ഒരു പോയിന്റിൽ റിസൾട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി എനിക്ക് 90% സ്റ്റുഡൻസും അതായിരിക്കും ഫോളോ ചെയ്യുന്നത്. അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. എന്തായാലും നമ്മളൊരു മെമ്മറിയെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോട്ട്സ് ചെയ്തേക്കാൻ. നമ്മൾ എത്രയും ഒരു പ്രാവശ്യം എഴുതിയാൽ അത്രയും നല്ലത്, വീണ്ടും എഴുതിയാൽ അത്രയും നല്ലതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൺസ് എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു എക്സാം എഴുതുന്ന പോയിന്റ് വരെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ റിസൾട്ടിന്റെ ബേസിസ് നോക്കുക. പിന്നെ ആ ഒരു റിസൾട്ട് വരുന്ന പോലെ അടുത്തതിന്റെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ അടുത്ത് നമ്മൾ വിടായിരിക്കും. ഒരു സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അടുത്ത സബ്ജക്റ്റിൽ പോകുന്ന ഞാൻ വിചാരിക്കുന്ന ഒരു സബ്ജക്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അത് കവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ. അപ്പൊ കൺസെപ്റ്റ് വൺസ് നമുക്ക് കുറേയൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആവണമെന്നില്ല. പെട്ടെന്ന് ഒരു ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് ആവണമെന്നില്ല. സെക്കൻഡോ തേർഡോ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ തുടക്കത്തിലൊരു ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബേസിക്കലി എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കുറെ പേര് എനിക്കറിയാം ന്യൂമറിക്കലിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കുന്നത് അറിയാം. നമുക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ബേസിക്കലി നമ്മൾ തിയററ്റിക്കലി അത് നമ്മൾ ബേസിക്കലി കവറപ്പ് ചെയ്തതിന് ശേഷം അത് കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയതിനു ശേഷം എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ എന്തും ആയിക്കോട്ടെ. ഒൺലി തിങ് ചേഞ്ച് ഈസ് ദ സിലബസ് ആയിരിക്കും ചിലപ്പോൾ ചേഞ്ച്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് ബേസിക്കലി കൺസെപ്റ്റ്സ് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഹാപ്പി ആയിരുന്നു. നമ്മളൊരു ടാർഗറ്റ് നമ്മൾ വിചാരിച്ചൊരു ജോലി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ റാങ്ക് വലിയ കാര്യം തന്നെ. വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് വിഷ്ണുവിനൊപ്പമാണ്. വിഷ്ണു ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. നമുക്ക് എങ്ങനെയായിരുന്നു വിഷ്ണുവിന്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണി എന്നും ഈ 3rd റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി വിഷ്ണു ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ് എന്താണ്, അതുപോലെ തന്നെ പഠന രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത് എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നേരിട്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ വിഷ്ണുവിൽ നിന്ന് മനസ്സിലാക്കാം. വിഷ്ണു നമസ്കാരം. വിഷ്ണു എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് എത്തിയതെന്നൊന്ന് പറയാം. അതുപോലെ തന്നെ വിഷ്ണുവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ബേസിക്കലി കാലിക്കറ്റിൽ നിന്നാണ്. സ്കൂളിങ് എല്ലാം കാലിക്കറ്റ് തന്നെ ചെയ്തത്. ഞാൻ ബിടെക് ചെയ്തത് എം എ കോളേജ് കോതമംഗലം. എംടെക് GC തൃശ്ശൂരാണ്. അതിനുശേഷം ഈ PSC ജേർണിയിലേക്ക് വന്നത് അല്ലെങ്കിൽ PSC ജോലി വേണമെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇതായിരുന്നു ഒരു അൾട്ടിമേറ്റ് ഗോൾ ഇത് തന്നെയായിരുന്നു? ബേസിക്കലി നമ്മൾ എംടെക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ടീച്ചിങ് ആയിരുന്നു നമുക്ക് മെയിൻ എയിം ഉള്ളത്. അപ്പം ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്തത്. ബേസിക്കലി ടീച്ചിങ് ബേസ്ഡാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ ഈ പറയുന്ന പോലെ അത് മാത്രമായിട്ട് ട്രൈ ചെയ്തില്ല. നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടി ബാക്കിയെല്ലാ എക്സാമും ട്രൈ ചെയ്തെന്നാണ് ബേസിക്കലി ചെയ്തത്. അപ്പൊ ഇത് ശരിക്കും എത്ര നാളത്തെ ഒരു എഫേർട്ട് ആണ് ഈ ഒരു 3rd റാങ്കിൽ എത്തി നിൽക്കുന്ന ഒരു? ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ പോലെ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇതാണ്. ബേസിക്കലി ഒരു 2 year പീരീഡ് ഭയങ്കര ക്രൂഷ്യലായി. അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പീരീഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 years ആയിരുന്നു. ആ ഒരു 2 year ഏകദേശം ഒരു ദിവസം ഒരു എത്ര അവർ വെച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും? അല്ലെങ്കിൽ ഡെയിലി ഒരു ഇത്ര അവർ ഫിക്സഡ് ആയിട്ടുണ്ടായിരുന്നു, അതോ ഏറെക്കുറെ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ഡെയിലി ബേസിസിൽ? ഡെയിലി പഠിക്കാൻ ചിലപ്പോൾ എല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല. ഇപ്പം വർക്ക് ചെയ്യുന്ന ബേസിസിലാണെങ്കിൽ ഡെയിലി പഠിക്കാൻ കിട്ടുന്നില്ല. അപ്പം ബേസിക്കലി ഞാൻ ഫോളോ ചെയ്ത മോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിലബസ് കവർ ചെയ്യാൻ നോക്കാന്നുള്ളൂ. അത് നമ്മളത് ഒരു ദിവസം ടൈം ഞാൻ ഡിവൈഡ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാതായിരുന്നു പലപ്പോഴും. അപ്പൊ നമ്മൾ ബേസിക്കലി ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് കവർ ചെയ്യാൻ നോക്കുക. അതിനനുസരിച്ച് നമ്മൾ ഒരു ആക്സിലറേഷനും ഡിക്ലറേഷനും ബേസിക്കലി ബിറ്റ്വീൻ ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതായത് അപ്പം ഇപ്പൊ ഇപ്പം വെക്കേഷൻ ദിവസങ്ങൾ ഉണ്ടാവും, വർക്കിംഗ് ആകുമ്പോഴത്തേക്കും വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും, വെക്കേഷൻ ദിവസങ്ങളിൽ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഹോളിഡേയ്സിലൊക്കെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു പഠനം? അങ്ങനെ തന്നെ ഹോളിഡേയ്സ് കിട്ടുവാണെങ്കിൽ നമുക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ആ പീരീഡ് എന്ന് പറയുന്നത്.
അപ്പൊ ആ പീരീഡിൽ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. അല്ലാത്ത പീരീഡിൽ നമുക്ക് കഴിയാവുന്ന പോലെ നമ്മൾ മാക്സിമം എഫേർട്ട് ചെയ്യാനുള്ള ആ രീതി. എങ്ങനെയാണ് ഈ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം, അതായത് നമ്മുടെ ഫീൽഡിൽ തന്നെ, അതായത് പഠിച്ച ഫീൽഡിൽ തന്നെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഗവൺമെന്റ് ജോലിയായിരുന്നു സ്വപ്നം? എങ്ങനെയായിരുന്നു? അതോ ഇലക്ട്രിക്കലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വരണം എന്നായിരുന്നു? എന്തായിരുന്നു ഒരു അംബിഷൻ? എന്തായിരുന്നു? ബേസിക്കലി എല്ലാവരെയും പോലെ തന്നെ ഒരു പെർമനന്റ് ആയിട്ട് അതായത് സ്റ്റേറ്റിൽ കിട്ടി അത്രയും നല്ലതെന്ന രീതിയിലാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ. നമ്മൾ PG ഒക്കെ ചെയ്യുന്നത് ബേസിക്കലി ഒരു ടീച്ചിങ് പ്രൊഫഷൻ. അപ്പം മെയിൻലി അസിസ്റ്റന്റ് പ്രൊഫസർ അതുപോലത്തെ എക്സാമുകൾ മെയിൻലി ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോ പഠന രീതി എങ്ങനെയായിരുന്നു? അതായത് എങ്ങനെയാണ് ഈ പറയുന്ന അറിയാലോ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വേണ്ടി മാത്രമാണോ പഠിച്ചത്, അതോ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സാംസും അറ്റംപ്റ്റ് ചെയ്തിരുന്നു? എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സ്ട്രാറ്റജി? എങ്ങനെയാണ്? അല്ല, പഠിക്കുമ്പോൾ ഇതേപോലെ എല്ലാം ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇപ്പം ഒരു പെർട്ടിക്കുലർ എക്സാം ടാർഗറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത്, നമ്മൾ വരുന്ന എല്ലാ എക്സാമും കൂടി ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ബേസിക്കലി വന്നത്. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതുന്നതിന് വേണ്ടി, അതായത് ഇപ്പോ ഓൾറെഡി തന്നെ ഇൻസ്പെക്ടറേറ്റിന്റെ റാങ്ക് ലിസ്റ്റിലുണ്ട് 23ാമത്തെ റാങ്ക് അല്ലെ, 23ാമത്തെ റാങ്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കി അത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷം വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസിനും റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് എല്ലാം ഉൾപ്പെടാൻ സാധിച്ചതും അല്ലെങ്കിൽ വിഷ്ണുവിന് സാധിച്ചത് എന്തുകൊണ്ടാണെന്നാണ് വിഷ്ണു വിചാരിക്കുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? എങ്ങനെയായിരുന്നു? എല്ലാത്തിലും എല്ലാ എക്സാമിനും ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതുമായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു? ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എക്സാം നമ്മൾ വന്ന ഈ ബാച്ചിൽ ആദ്യം വന്ന എക്സാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ എക്സാം ആയിരുന്നു. അപ്പോൾ ബേസിക്കലി അത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്തതും ആദ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തതും ആ എക്സാമിന്റെ ഇതായിരുന്നു. പിന്നെ അത് വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അതായത് ടച്ച് വിടാതെ തന്നെ ബേസിക്കലി നമ്മൾ അത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ബേസിക്കലി അതാണ് ടാർഗറ്റ് ചെയ്തത്. എങ്ങനെയായിരുന്നു പഠന രീതി? അതൊരു ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് അത്? ബേസിക്കലി നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ പഠിക്കാൻ കഴിഞ്ഞതൊന്നും വരില്ല. ബേസിക്കലി ഇപ്പം മെയിൻലി ഓൺലൈൻ ക്ലാസ്സസ്, സ്കൂറിന്റെ ആണ് ഓൺലൈൻ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി. അതുപോലെ നമുക്ക് കിട്ടുന്ന ടൈമിൽ മെയിൻലി എക്സാം ബേസ്ഡ് ഫോക്കസ് ചെയ്ത്, സ്കൂറിന്റെ തന്നെ എക്സാം ഓൺലൈൻ എക്സാമിനേഷൻ ബേസിൽ അതിലാണ് ബേസിക്കലി ഫോക്കസ് ചെയ്തത്. പിന്നെ ഇതേപോലെ ആദ്യം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ വന്നപ്പോൾ കുഴപ്പമില്ലാത്ത റാങ്ക് വന്നു. പിന്നെ ആ ടച്ച് വിടാതെ തന്നെ ബേസിക്കലി അടുത്ത എക്സാം GP ആണെങ്കിലും ആ രീതിയിലേക്ക് ഫോളോ ചെയ്തു. ബേസിക്കലി അതാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു സബ്ജക്ട് ഇപ്പൊ നമ്മള് ഇപ്പം M.Tech കഴിഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇപ്പം M.Tech കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പല സബ്ജക്ട്സിലും ചിലപ്പോൾ ചിലത് അറിയായിരിക്കും, ചിലത് അറിയില്ലായിരിക്കും. അപ്പൊ ഈ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അതായത് അതിനുവേണ്ടി നമുക്ക് ചില സബ്ജക്ട് ഈസി ആയിരിക്കും, ചില സബ്ജക്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഓരോ സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ആ ഒരു സബ്ജക്ട് വൈസ് എങ്ങനെയാണ് ഈ സിലബസ് കവർ ചെയ്തത്? ബേസിക്കലി ആദ്യം നിന്ന് സിലബസ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തു. സിലബസിൽ ഏറ്റവും നമ്മൾ ടീരിയസ് ആയിട്ടുള്ള ബേസിക്കലി വരുന്ന എനിക്ക് തോന്നുന്ന പവർ സിസ്റ്റം മെഷീൻസ് ഒക്കെയാണ് കുറച്ചുകൂടി ലെങ്ത് ആയിട്ടുള്ളത്. അപ്പൊ ആദ്യം അത് ഫോക്കസ് ചെയ്ത് മെയിൻലി കവർ ചെയ്യാൻ നോക്കി. പിന്നെ ഒരു പാർട്ടീഷൻ പോലെ ബേസിക്കലി ഇപ്പോൾ ഒരു മെഷീൻസും പവർ സിസ്റ്റം ഒരു ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ അടുത്ത കൺട്രോൾസും നെറ്റ്വർക്ക്സ് ഒക്കെ ഒരു ഗ്രൂപ്പ്, ആ രീതിയിലാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തത്. മെയിൻലി അങ്ങനെയാണ് സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ. സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണോ ഈ എക്സാം ചെയ്തത്? അങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള. പിന്നെ കുറെയൊക്കെ നമ്മളെ സ്ട്രെങ്ത്തിനനുസരിച്ച് പഠിക്കും. നമുക്ക് ബേസിക്കലി ഏതാണ് സബ്ജക്ട് കുറച്ചുകൂടെ ഫീൽഡ്, അപ്പൊ അത് മാക്സിമം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ബാക്കി നമുക്ക് ടഫ് വരുന്ന അതിനനുസരിച്ച് കുറച്ച് ടൈം കൂട്ടി നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ബേസിക്കലി ഫുള്ള് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം. പക്ഷെ പലപ്പോഴും പല കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ട്, ഫുള്ള് കവർ ചെയ്യാതെ ഇത് ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ ഫുള്ള് കവർ ചെയ്താൽ മാത്രമേ PSC പോലെ അല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അത് ശരിയാണോ? അതോ എങ്ങനെയാണ്? വിഷ്ണുവിന്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഇത് അങ്ങനെയില്ല. ബേസിക്കലി അങ്ങനെ ഒരു ഇതില്ല, ഒരു തോന്നൽ മാത്രമാണ്. ബേസിക്കലി നമ്മള് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ബേസിക്കലി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട് നമ്മൾ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ നമ്മളത് ബേസിക്കലി അത് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുക. അത് മാക്സിമം നമ്മൾ സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ വീക്കായിട്ടുള്ള സബ്ജക്ട് ചിലപ്പോൾ എല്ലാം പഠിച്ചോളാന്നില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല. ബേസിക്കലി ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നില്ല. ഓക്കെ. പിന്നെ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ്, ഇപ്പം നമ്മൾ B.Tech സമയത്ത് നമ്മളുടെ പഠനം എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അതിന്റെ B.Techന് നമ്മൾ വാങ്ങിയ മാർക്കോ, അല്ലെങ്കിൽ B.Tech ഞാൻ നന്നായി പഠിച്ചിരുന്നില്ല, അല്ലെങ്കിൽ B.Tech ഞാനൊരു 9 പോയിന്റർ ആയിരുന്നില്ല, എനിക്ക് PSC ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം പല കുട്ടികളും ചോദിക്കാറുണ്ട്. അതിന് വിഷ്ണുവിന് കൊടുക്കാനുള്ള ഒരു മറുപടി എന്താണ്? ആ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ആ ഒരു മെസ്സേജ് എന്താണ്? B.Techൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ ലെവലിലായിരിക്കണം ഒരു നിർബന്ധമില്ല. കുറെ ഞാൻ ബേസിക്കലി ഒരു ആവറേജ് രീതിയിലാണ് നമ്മളെല്ലാം, ഞാനൊക്കെ ബേസിക്കലി ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് കീപ്പ് ഓൺ ട്രൈങ്. ബേസിക് മന്ത്ര എന്ന് പറയുന്നത് ബേസിക്കലി കീപ്പ് ഓൺ ട്രൈങ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ആവും. ബേസിക്കലി അതാണ് സംഭവിക്കുക. ഒരു എക്സാമിൽ ക്ലിക്ക് ആയില്ല എന്ന് വെച്ചിട്ട്
ടാർഗറ്റ്. ഇപ്പൊ ഇൻസ്പെക്ടറേറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് വിചാരിച്ച രീതിയിൽ പോയിട്ടില്ല, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു ഇത്. അപ്പൊ അടുത്ത എക്സാമിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ ടച്ച് വിടാതെ ബേസിക്കലി നോക്കും. കേരള പി എസ് സിക്ക് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ എക്സാംസ് ഒരു പീരീഡ് ഓഫ് 2 വർഷം വന്നിരുന്നു അല്ലെ. ഒരു ഗ്യാപ്പ് വെച്ച് ഒരു 6 months 4 months ഗ്യാപ്പിൽ നമുക്ക് പല എക്സാംസും വന്നിരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്? നമുക്ക് ബേസിക്കലി എല്ലാ ടൈമിലും പഠിപ്പിക്കാൻ കഴിയില്ല, വർക്കിന്റെ സമയത്തൊന്നും അങ്ങനെ ഇതാൻ കഴിയില്ല. അപ്പൊ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് ഇതേപോലെ കംപ്ലീറ്റ് കവറപ്പ് ചെയ്ത് ചെയ്യാൻ നമ്മൾ ഫ്രീ ടൈം മാക്സിമം കിട്ടുന്ന ടൈമിൽ സിലബസ് കവറപ്പ് ചെയ്യാൻ നോക്കി. അത് നമ്മൾ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ടാർഗറ്റേ വെച്ചുള്ളൂ. പ്രത്യേകിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാൻ ഞാൻ വെച്ചിട്ടില്ല. സിലബസ് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മളെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടായിരുന്നു? അത് വേറെ തിരക്കുകളിലുള്ളതാണ്? വർക്കിന്റെ ഒരു തിരക്കുകളിൽ നമുക്ക് എല്ലാ ദിവസവും പഠിക്കാൻ കഴിയില്ല, ചില ദിവസങ്ങളിൽ തീരെ പഠിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ഇതേപോലെ പക്ഷേ നമ്മൾ ആ ടാർഗറ്റ് വിടാതിരിക്കാനുള്ള ഒരു മാക്സിമം നമ്മൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മാക്സിമം പഠിക്കാവുന്ന രീതിയിൽ പഠിക്കാനുള്ള കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഇപ്പം ഏകദേശം എത്ര വർഷം എടുത്തിട്ടുണ്ടാവും? ഈ ഒരു ഇപ്പൊ AP റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ എത്ര നാൾ പഠിച്ചിട്ടുണ്ടാവും ഒരു കണ്ടിന്യൂസ് ആയിട്ട്? എന്തായാലും 2 years ബേസിക്കലി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 2 years പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി കണ്ടിന്യൂസ്. അത്രയും ഒരു പഠനം അത്യാവശ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ ഒരു BSc സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ അത് ക്വസ്റ്റ്യൻസിന്റെ ലെവലാണെങ്കിലും അപ്പൊ അത്രയും പ്രിപ്പറേഷൻ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ എക്സാം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഒരു 4-5 എക്സാം നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പാൻ എടുക്കുമ്പോൾ ഏകദേശം ഒരു 2 years ആവും. എല്ലാ എക്സാമും കവർ ചെയ്യണമെങ്കിൽ ഒരു 2 years ആവും. അപ്പൊ ആ ഒരു ടൈം നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വരിക നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ ആ ഒരു പീരീഡ് കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അപ്പൊ ബേസിക്കലി ആ പീരീഡ് നമ്മൾ മാക്സിമം കവർ ചെയ്യാനുള്ള ഒരു ഇത്. പിന്നെ ഒരു ഇത് എന്ന് പറയുന്നത് പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ അതായത് ചിലപ്പോൾ ചില എക്സാംസിന് ക്വാളിഫൈ പോലും ആവില്ല, ചില മോക്ക് എക്സാംസ് എഴുതുമ്പോഴത്തേക്കും മാർക്ക് തീരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഡിസപ്പോയിന്റഡ് ആവാറുണ്ട്. അതായത് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് തോന്നാറുണ്ട് പല കുട്ടികൾക്കും. വിഷ്ണു അങ്ങനെ തോന്നിയിട്ടുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ? എന്നെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണം, അപ്പൊ എനിക്ക് സമയം വളരെ കുറവാണ്, അപ്പൊ ഓൾറെഡി ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നവരോട്ടൊക്കെ കമ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് പഠിച്ചെത്താൻ പറ്റും, അങ്ങനെ ഇത് സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ഓവർകം ചെയ്തു? അതൊന്നും അങ്ങനെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല. പക്ഷേ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച രീതിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നില്ല. നമ്മൾ മാക്സിമം നമ്മളെ ഒരു എഫേർട്ട് എടുക്കാനുള്ള രീതിയുള്ളൂ. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആവേണ്ട ഒരു കാര്യമില്ല. ബേസിക്കലി നമുക്ക് ഇതുപോലെ ഒരുപാട് എക്സാം ഉള്ളതാണ്. അപ്പം ഒരു പെർട്ടിക്കുലർ എക്സാം ആണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരും, ഒരു എക്സാമേ ഉള്ളൂ. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജേർണി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഈ രീതിയിൽ ടാർഗറ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം എന്തായാലും ക്ലിക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ? എന്തായിരുന്നു? അതായത് ഇപ്പൊ ഈ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു പഠിക്കുക, അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ട് പോവുക, അതിന്റെ ഇടയിൽ ജോലിയുണ്ട്, ഫാമിലി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? ഇന്നിപ്പോ എല്ലാവരും പോലെ തന്നെ നമുക്ക് ഒരു എക്സാമിന് ഒരു നല്ലൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് അതൊരു മോട്ടിവേഷൻ ഫാക്ടർ ആയിരിക്കും എല്ലാവർക്കും. പിന്നെ എനിക്ക് ബേസിക്കലി ടീച്ചിങ് താല്പര്യമുള്ള ഫീൽഡായിരുന്നു. ബേസിക്കലി ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. AP തന്നെയായിരുന്നു ഫൈനൽ? അതെ, ഫൈനൽ AP തന്നെയായിരുന്നു. ബേസിക്കലി നമ്മളിപ്പോ പഠിക്കുമ്പോൾ നമുക്ക് ചില ഏരിയാസ്, എസ്പെഷ്യലി ഇലക്ട്രിക്കൽ പോലുള്ള സബ്ജക്ട്, ഇലക്ട്രിക്കലിൽ തന്നെ ഇലക്ട്രോണിക്സ് വരും. പിന്നെ അതുപോലെ നമുക്ക് ഈ ചില ഏരിയാസ് കുറച്ച് ന്യൂമറിക്കൽ ആയിരിക്കും, ചിലത് കോൺസെപ്ച്വലി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. കാരണം അത് ഒരിക്കലും എളുപ്പമുള്ള ഒരു വഴിയല്ല, നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ടൈം കൺസ്യൂമിംഗ് ആണ്. അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? എന്റെ ഒരു രീതി ബേസിക്കലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും രണ്ടാമതൊരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. ബേസിക്കലി ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്, അതായത് കൺസെപ്റ്റ് തിയറി, പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂമറിക്കലേക്ക് പോകാറുള്ളൂ. അപ്പോൾ അത്രയും ടൈം ഇല്ലെങ്കിൽ ഡയറക്റ്റ് ന്യൂമറിക്കൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ബേസിക്കലി എന്റെ ഒരു രീതി, എനിക്ക് ബേസിക്കലി ഇഷ്ടമുള്ള ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ന്യൂമറിക്കലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇങ്ങനെ കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ന്യൂമറിക്കലിലേക്ക് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ബോറിംഗ്, അങ്ങനെ അല്ലെങ്കിൽ ഇത് ഇത്രയും പഠിക്കണോ, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായി? അത് ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ എക്സാം, അതിന് ഞാൻ ഈ ബേസ് നല്ലപോലെ കവർ ചെയ്യാൻ നോക്കി. പിന്നെ രണ്ടാമത് വരുന്ന സമയത്ത് നമുക്ക് അത്രയും ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ എക്സാമിലേക്ക് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. പിന്നെ നമ്മൾ ആ ഒരു ബേസ് വെച്ചിട്ട്, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പഠിക്കാൻ കഴിയും, അത്രയും നല്ലത്. പക്ഷെ ചിലപ്പം കഴിയില്ലെങ്കിൽ ഈ ഒരു ബേസ്
അതിന് ബേസിക്കലി നോട്ട്സ് നല്ലൊരു കാര്യമാണ്. നോട്ട്സ് വെച്ച് നമ്മൾ കവർ അതായത് ഇപ്പൊ ഈ തിരക്കിന്റെ ഇടയിലും, അതായത് ഇപ്പൊ ജോലി ആയിരുന്നു, ഫാമിലി, അങ്ങനെ പല കമ്മിറ്റ്മെന്റ്സിന്റെ കൂടെ തന്നെ നമ്മള് സ്വന്തമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഈ നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് വിഷ്ണുവിന്റെ ഇതില് എത്രത്തോളമാണ് സ്വന്തമായിട്ട് എഴുതുന്നത്? അപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രിന്റഡ് നോട്ട് അല്ലാതെ നമ്മൾ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന നോട്ടിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? എന്തായാലും നമ്മളൊരു മെമ്മറിയെ ബേസിക്കലി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നോട്ട്സ് ചെയ്തേക്കാൻ. നമ്മൾ എത്രയും ഒരു പ്രാവശ്യം എഴുതി അത്രയും നല്ലത്, വീണ്ടും വീണ്ടും എഴുതി അത്രയും നല്ലതെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി എനിക്ക് 90% സ്റ്റുഡൻസും അതായിരിക്കും ഫോളോ ചെയ്യുന്നത്, അത് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, വിഷ്ണുവിന് എല്ലാ സബ്ജക്റ്റിന്റെയും ഷോർട്ട് നോട്ട്സ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്? ഒരുവിധം എല്ലാം ഞാൻ കവർ അപ്പ് ചെയ്യുന്ന എല്ലാം നോട്ട്സ് എഴുതാനാണ് നോക്കിയിരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണോ റിവിഷൻ എങ്ങനെയായിരുന്നു ഇത് എക്സാം അടുക്കുമ്പോൾ? കാരണം നമുക്ക് എക്സാമിന് ഇപ്പോൾ PSC ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് 3 മാസം മുമ്പ് കറക്റ്റ് ആയിട്ട് അറിയാം ഇന്ന എക്സാം വരികയാണ്, അപ്പോൾ നമുക്ക് എത്ര സമയമുണ്ട്, നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു 3 മാസത്തെ പഠന രീതി എങ്ങനെയായിരുന്നു? റിവിഷൻ എങ്ങനെയായിരുന്നു? അത് ബേസിക്കലി ഈ നോട്ട്സ് തന്നെ വെച്ചിട്ടാണ് ബേസിക്കലി റിവിഷൻ. നമുക്ക് റിവിഷൻ ചിലപ്പോൾ അത്രയും ടൈം കിട്ടണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് റിവിഷൻ അത്രയും എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി കുറച്ച് ടൈം കൺസ്യൂം ചെയ്തിട്ട് തന്നെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പഠിക്കാനാണ് നല്ലത്. നമ്മൾ കോളേജിൽ പഠിച്ചൊരു രീതിയും, അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഇപ്പം നല്ല മാർക്ക് വാങ്ങിയവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പൊ കോളേജിലൊരു പഠന രീതിയും നമ്മുടെ PSCക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു PSCയുടെ ഒരു ട്രെൻഡ് വെച്ചിട്ട് 2020 ഇപ്പുറം നടക്കുന്ന PSC എക്സാംസിന്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് കോളേജിലെ പഠനം മതിയാവും ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന എത്രത്തോളം ഡിഫറെന്റ് ആണ് PSCയുടെ ഒരു പഠനം, അല്ലെങ്കിൽ PSCക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഠന രീതി എത്രത്തോളം ഡിഫറെന്റ് ആണ്? അതൊന്ന് പറയാം. കോളേജിൽ ബേസിക്കലി നമ്മൾ പഠിക്കാൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ പഠിക്കുക. നമ്മൾ ബേസിക്കലി കോളേജിൽ നമുക്ക് അത്രയും ബേസിക്സ് കവർ അപ്പ് ചെയ്ത് അത്രയും നല്ലത്, നമുക്ക് എളുപ്പം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അതൊരു ഫാക്ടർ ആവാൻ തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ബേസിക്സ് ഇല്ലെങ്കിലും കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ പിന്നെ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ, അത്രയും ടൈം കൊടുക്കാൻ റെഡി ആണെങ്കിൽ, നമ്മൾ അത് അത്ര വലിയൊരു ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു PSC എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം എന്താണ്? അതായത് എന്തൊക്കെ കാര്യങ്ങൾ, കാരണം ഇത് നമുക്കറിയാം, അതിന് അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, എക്സാംസിന്റെ ലെവൽ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് PSC വഴി ഞാൻ പഠിച്ച ഒരു മേഖലയിൽ തന്നെ എനിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരു ഉദ്യോഗാർത്ഥി എന്താണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ആദ്യം? ഇപ്പോൾ കോൺഫിഡൻസ് ഇടാതിരിക്കുക ബേസിക്കലി. പിന്നെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക. നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആണെങ്കിൽ കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് മാക്സിമം അത് എൻജോയ് ചെയ്യാൻ നോക്കിയാൽ നമുക്കൊരു പ്രോസസ്സിന്റെ പാർട്ടായിട്ട് അങ്ങനെ തോന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുന്ന പോലെ നമുക്ക് അത് ചെയ്യുള്ളൂ. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ എഫേർട്ട് എടുക്കാൻ നോക്കുക. ഈ തുടക്കക്കാർക്ക്, അതായത് ഇതൊരു PSC ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ കോളേജിൽ കാര്യമായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, കാരണം കോളേജിൽ നമുക്കറിയാം നമ്മൾ എല്ലാവരും അത്ര സീരിയസ് ആയിട്ടൊന്നും പഠിക്കില്ല. അപ്പൊ തുടക്കമായിട്ട് എനിക്ക് നന്നായിട്ട് പഠിക്കണം, കോൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം, അങ്ങനെ തുടക്കക്കാർക്ക് PSC പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ടൈം ഇല്ലാത്തവരാണെങ്കിൽ ബേസിക്കലി ഒരു ഓൺലൈൻ കോച്ചിങ്, ബേസിക്കലി ഇതേപോലെ ഓൺലൈൻ കോച്ചിങ് എടുക്കുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അത് വെച്ച് നമ്മൾ നമ്മളെ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ നോക്കുക. അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് കുറച്ച് ടൈം കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം വലിയ രീതിയിൽ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളൊരു സപ്പോർട്ട് എടുക്കുക, ഓൺലൈൻ ക്ലാസ്സിന്റെ സപ്പോർട്ട് എടുക്കുകയും നല്ലത്. ആ രീതിയിൽ എടുത്തതിന് ശേഷം നമ്മളൊരു ഫൗണ്ടേഷൻ കവർ ബേസ് ചെയ്താൽ പിന്നെ ഇതേപോലെ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യാം. ബേസിക്കലി മെയിൻ നമ്മളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന നമ്മൾ നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു കണ്ടിന്യൂ ചെയ്യാം. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റിസൾട്ട് വന്നപ്പോൾ 3rd റാങ്ക് ആയിരുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതാ റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞത് എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു? അത് ആദ്യം ആരോടാണ് പറഞ്ഞത്? ആ ഒരു മൊമെന്റ് ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും? അതുപോലെ നമ്മള് ഗ്രൂപ്പിലും ഇതിലൊക്കെയാണ് സ്കോർ അറിയിച്ചായിരുന്നു, ഇങ്ങനെയാണ് അറിഞ്ഞത്. അപ്പം ഹാപ്പി ആയിരുന്നു. നമ്മളൊരു ടാർഗറ്റ്, നമ്മൾ ഒരു വിചാരിച്ചൊരു ജോലി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ റാങ്ക് വലിയ കാര്യം തന്നെ, വളരെ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഈ പ്രൊഫസറിന് ടോപ്പ് 3 തന്നെ വരും, അല്ലെങ്കിൽ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 വരും എന്ന് ഉറപ്പുണ്ടായിരുന്നു? റിസൾട്ട് വരുന്നതിന് ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ ബേസിക്കലി അങ്ങനെ പൊതുവെ ഒരു എക്സാമിൽ അങ്ങനെ ബേസിക്കലി അങ്ങനെ ആലോചിക്കുന്ന ഒരാളല്ല. വൺസ് എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു എക്സാം എഴുതുന്ന പോയിന്റ് വരെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ റിസൾട്ടിന്റെ ബേസിസ് നോക്കുക. പിന്നെ ആ ഒരു റിസൾട്ട് വരുന്ന പോലെ അടുത്തതിന്റെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ അടുത്ത് നമ്മൾ വിടായിരിക്കും. ബേസിക്കലി അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് അറിയില്ല, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് വരിക നമുക്ക് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ നന്നായി നമുക്ക് തോന്നാം, ചിലത് നമുക്ക് മോശമായെന്ന് തോന്നാം. ഇങ്ങനെയായാലും നമ്മൾ നന്നായി കൂടെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം നമ്മളത് അടുത്ത എക്സാം നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അടുത്ത എക്സാം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇൻ കേസ് നമ്മളത് നന്നായി തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീസൻസി വന്നാൽ ബേസിക്കലി അത് നല്ലൊരു ഇതല്ല, നമുക്ക് ടാർഗറ്റ് ചിലപ്പം
പോവാൻ സാധിക്കും. അത് കീപ് പ്രിപ്പയറിങ്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ വൺസ് എക്സാം കഴിഞ്ഞാൽ നമ്മളെ കയ്യിലെല്ലാം വിചാരിക്കും, പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അല്ല, പല കുട്ടികളും അത് കാണാറുണ്ട്, അതായത് എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാറുണ്ട്. കാരണം അതായത് ഇപ്പം അത് കട്ട് ഓഫിന്റെ ആണെങ്കിലും അങ്ങനെ പല വേക്കൻസീസിന്റെ കാര്യങ്ങൾ, അങ്ങനെ വേക്കൻസീസ്, കട്ട് ഓഫ്, ഇതൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ ഒരു ഉദ്യോഗാർത്ഥി മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളാണോ? അതോ അതൊക്കെ നമ്മൾ ഇപ്പം നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ എക്സാമിന് മുമ്പ് നമ്മുടെ 100% കൊടുക്കുക, അങ്ങനെ അതിനുശേഷം അതങ്ങ് വിട്ടേക്കുക, അതാണോ ഏറ്റവും നല്ല സ്ട്രാറ്റജി? വിഷ്ണു തോന്നുന്നത് എന്താണ്? ഈ വേക്കൻസി ബേസ്ഡ് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കേരള പി സികൾ നമുക്ക് അറിയില്ല എത്ര വേക്കൻസി വരും, ഫൈനൽ എത്ര വരും. അപ്പൊ അത് നമ്മൾ ബോധർ ചെയ്യാത്തതാണ് ബേസിക്കലി നല്ലത്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാക്സിമം കൊടുക്കാനുള്ള എഫേർട്ട് കൊടുക്കുക. എല്ലാ എക്സാമിനും നമ്മളിപ്പോ നമുക്ക് വിചാരിക്കുന്ന ഒരു പോയിന്റ് എത്തുന്നവരെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. PSC പഠനകാലത്ത് തിരിച്ചറിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ, അത് ഈ ഫ്യൂച്ചറിൽ ഇതിനു വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ PSC-യിലായിരുന്നെങ്കിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ടാവും, പക്ഷെ ഒരു ടോപ്പിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഇതൊരു മോട്ടിവേറ്റിംഗ് കാര്യം, കാരണം ഇനിയും എക്സാംസ് വരാനുണ്ട്. PSC ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ച് ഈ പറയുന്ന പോലെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ തന്നെ അത് എക്സ്പയർ ആവുന്നതിന് മുമ്പ് അടുത്ത റാങ്ക് ലിസ്റ്റ് വരാനാണ് നോക്കുന്നത്. അപ്പൊ അതൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു നീക്കമാണ്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ലോങ് ടേം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്ത് ഒരു ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്? ഇപ്പൊ നമ്മള് പാസ് ഔട്ട് ചെയ്ത ടൈമിലൊന്നും ഇങ്ങനെ എക്സാംസ് ഒന്നും ബേസിക്കലി ഉണ്ടായിരുന്നില്ല. നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ടൈമില് നമ്മളിപ്പോ ഇത് എന്ന് വരുന്നു ആലോചിച്ചിരുന്നാൽ നമുക്കത് ഇല്ല. അപ്പൊ വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ചിലപ്പം പ്രശ്നം കിട്ടിക്കൊള്ളണമെന്നല്ല, ഇല്ല കിട്ടിക്കൊള്ളണം. അപ്പൊ ബേസിക്കലി വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കാൻ തന്നെയാണ്. നമ്മൾ എഫേർട്ട് എടുക്കുക, ആ ഒരു ടൈം കറക്റ്റായി വരുന്ന സമയത്ത്. ഇപ്പൊ നമ്മള് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ അടുത്ത എക്സാം എന്ന് വരും എന്നുള്ള ഒരു ബോധറേഷൻ വേണ്ട. നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ആ ഒരു ടൈം ആവുന്ന സമയത്ത് നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഒരു മുൻവിധിയോടെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ എന്താണ് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടെൻഷൻ ആയിട്ടുള്ള ഒരു ഇത് വേണ്ടെന്ന്. അത് പറയാൻ എളുപ്പമാണ് കുറേയൊക്കെ കാര്യങ്ങൾ, പക്ഷെ എന്നാൽ കൂടെ നമ്മൾ മാക്സിമം ഇതേപോലെ നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കാം. എനിക്ക് പറയാനുള്ള ബേസിക്കലി അതാണ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബേസിക്കലി എൻജോയ് ചെയ്ത് പഠിക്കാൻ നോക്കിയാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് അത് എളുപ്പമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. നമ്മളത് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ, അപ്പൊ കൺസെപ്റ്റ് വൺസ് നമുക്ക് കുറേയൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആവണമെന്നില്ല, പെട്ടെന്ന് ഒരു ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് ആവണമെന്നില്ല. സെക്കൻഡോ തേർഡോ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ തുടക്കത്തിലൊരു ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബേസിക്കലി എൻജോയ് ചെയ്ത് പഠിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നമുക്കൊരു ഡൗട്ട്സ് വേണ്ട ആർക്കും. നമ്മള് ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാൻ. ഇത് ഇപ്പോ പ്രിപ്പറേഷന്റെ സമയത്ത് വിഷ്ണു നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? സമയം കണ്ടെത്തുന്നതായിരുന്നോ, അതോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുന്നതാണോ, അതോ ഫാമിലി ടൈം, അതുപോലെ തന്നെ വർക്ക്, അതിന്റെ ഒപ്പം പഠനം, ഇതെല്ലാം ഹാൻഡിൽ എന്തായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്? അല്ലെങ്കിൽ ഇതെല്ലാം ചലഞ്ചസ് ആയിരുന്നോ? കാരണം ഇതെല്ലാം ഓവർകം ചെയ്താണ് വിഷ്ണു ഇന്നിപ്പോ ഈ ഒരു അച്ചീവ്മെന്റ് നേടിയിരിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്? പറഞ്ഞ പോലെ തന്നെ ടൈം ഒരു ചലഞ്ചാണ് ബേസിക്കലി. നമ്മളെ കയ്യിലുള്ള കൺട്രോളിലുള്ള ഒരു സാധനമല്ല. അപ്പൊ നമ്മള് ഈ ബേസിക്കലി ടൈമാണ് ബേസിക്കലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചലഞ്ച്. ബേസിക്കലി ടൈം ആയിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താണ് ആ ഒരു പീരീഡ് യൂട്ടിലൈസ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ ആ രീതിയിൽ വിചാരിച്ചുള്ളൂ ബേസിക്കലി. നമ്മൾ കൂടുതൽ ടെൻസ്ഡ് ആയ എല്ലാവരും പോലെ തന്നെ കുറച്ചൊക്കെ ടെൻഷൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്കിത് കവറപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഇപ്പം നമ്മൾ 2020 മുമ്പുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ അതിനുശേഷം നടന്നിരിക്കുന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, ഇല്ലേ? എക്സാമിന്റെ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മാത്രമല്ല കുറെ കൂടി കോൺസെപ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് വിഷ്ണുവിന്റെ ശരിക്കും ഒരു ഡിഫറൻസ് കാണാൻ പറ്റിയിട്ടുണ്ടോ? അത് പഠിക്കുമ്പോൾ അത് ഫീൽ ചെയ്തിരുന്നോ? അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ആ പഠനം എങ്ങനെയാണ് നമ്മൾ, അതായത് ആ മാറുന്ന ചോദ്യങ്ങൾക്കും സ്റ്റാൻഡേർഡിനും അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പഠനം ഒന്ന് ലെവലപ്പ് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് വിഷ്ണു തോന്നുന്നത്? എങ്ങനെയാണ്, അല്ലെങ്കിൽ വിഷ്ണു അതെങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു? ബേസിക്കലി ഇപ്പൊ പാറ്റേൺ എന്തായിക്കോട്ടെ, ബേസിക്കലി കൺസെപ്റ്റ് ബേസ്ഡ് പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇപ്പൊ കുറെ പേര് എനിക്കറിയാം ന്യൂമറിക്കലിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കുന്നത് അറിയാം. നമുക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ബേസിക്കലി നമ്മൾ തിയററ്റിക്കലി അത് നമ്മൾ ബേസിക്കലി കവറപ്പ് ചെയ്തതിന് ശേഷം, അതായത് കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയതിനു ശേഷം, എനിക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ എന്തും ആയിക്കോട്ടെ, ഒൺലി തിങ് ചേഞ്ച് ദ സിലബസ് ആയിരിക്കും ചിലപ്പോൾ ചേഞ്ച്. നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്ട് ബേസിക്കലി കൺസെപ്റ്റ്സ് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ ബേസിക്കലി കൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് പഠിക്കുമ്പോഴത്തേക്കും
ഞാൻ നേരത്തെ പറഞ്ഞ സമയം ഒരുപാട് എടുക്കുന്നുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് അത് നമ്മളുടെ ഒരു ക്ലാസ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ബുക്സ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു? ഇപ്പൊ കോൺസെപ്റ്റ് പഠിച്ചു, ന്യൂമറിക്കൽസ് ഉണ്ട്, നമുക്ക് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ ടൈം നമുക്ക് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം. കാരണം AP പോലൊരു എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ ടൈം വളരെ ഒരു ഫാക്ടറാണ്. നമുക്ക് ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നൊക്കെ ഉള്ള ഒരു ഫാക്ടർ വരും. അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്? ബേസിക്കലി ഇത് തന്നെ. ഇപ്പൊ ടൈം ഇല്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ക്ലാസ് ബേസിക്കലി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഒരാൾ പറഞ്ഞിരുന്ന ഒരു രീതിയാണ് നമുക്ക് ബേസിക് അത്രത്തോളം എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ആ സിലബസ് നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാരിറ്റി കിട്ടും. ബേസിക്കലി ഒരാളെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ക്ലാസ് നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ അത് വെറിയേണ്ട ആവശ്യമില്ല. അതെപ്പം എങ്ങനെ പോകണം എങ്ങനെ പോകണ്ടെന്നുള്ള രീതി വേണ്ട, ആ ഒരു ഫ്ലോയിൽ പോവുക. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക ബേസിക്കലി ഓൺലൈൻ ക്ലാസ്. നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഒരു സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ബേസിക്കലി അത് മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് അടുത്ത സബ്ജക്റ്റിന് പോകുന്ന ഞാൻ വിചാരിക്കുന്ന ഒരു സബ്ജക്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി അത് കവർ ചെയ്യാൻ. അപ്പൊ അതിൽ വരുന്ന ന്യൂമറിക്കൽസ് കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് പഠിച്ചിട്ട് ന്യൂമറിക്കലിലേക്ക് പോവാം. ഈ ടെസ്റ്റ് ഒക്കെ എഴുതുന്നതിൽ എത്രത്തോളം ഒരു കാരണം നമ്മളും ടെസ്റ്റ് കുറെ ഇത് ചെയ്യുന്നു. ആ ടെസ്റ്റുകളെല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ? അതിനുള്ള സമയം കിട്ടിയിരുന്നോ? ടെസ്റ്റ് എഴുതുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഫൈനലി? ഈ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വൺസ് ഒരുവിധം എല്ലാ ടെസ്റ്റും കവർ ചെയ്യാൻ നോക്കി. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ എക്സാം നമ്മൾ അത്രയും കവർ ചെയ്തില്ലെങ്കിലും നമ്മൾ ബേസിക്കലി 1-2 ടെസ്റ്റ് എക്സ്ട്രാ ഫോളോ ചെയ്യാനോ അതേ ബേസിക്കലി. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കംപ്ലീറ്റ് കവറപ്പ് ചെയ്യാം. ഒരു എക്സാം അറ്റ്ലീസ്റ്റ് ഒരു എക്സാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവറപ്പ് ചെയ്യണം. നല്ലത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ട്രൈ ചെയ്യും. അങ്ങനെ വല്ലതും നോക്കാം. ബേസിക്കലി ഇപ്പം നേരത്തെ ഓൺലൈൻ നമ്മുടെ ക്ലാസ്സസ് എടുത്തിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സസ് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസിലൂടെ അല്ലെങ്കിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ബാക്കി സെൽഫ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷന്റെ മൊത്തത്തിലുള്ള കോർ പാർട്ട് എങ്ങനെയായിരുന്നു? സ്കോറിന്റെ ആണ് മോസ്റ്റ്ലി. സ്കോർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്കോർ അക്കാഡമിയാണ്. അപ്പൊ അത് ബേസിക്കലി ഞാൻ ഈ ഒരു പാറ്റേൺ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ അവർ പറയുന്ന അതേ പാറ്റേൺ ഫോളോ ചെയ്യണം നോക്കി. ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിന്റെ കൂടെ തന്നെ പോകാനാണ്. ഞാനിപ്പോ ഒരു സിലബസ് ഒരു സബ്ജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്ട് മാക്സിമം കവറപ്പ് ചെയ്യുക ക്ലാസ്സിന്റെ കൂടെ തന്നെ. അതായത് ഞാൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ നോക്കില്ല. മാക്സിമം അത് എനിക്ക് കഴിയാവുന്നിടത്തോളം ടൈം കണ്ടിന്യൂ ചെയ്യാൻ നോക്കി. ഈ പറയുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇടയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം സ്കോറിന്റെ ആണ്. സ്കോർ അടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്താൽ അതിലേക്ക് പോവായിരുന്നു. അങ്ങനെ ചെയ്തത്. അപ്പൊ മാക്സിമം ഞാൻ ക്ലാസ് കാണാനുള്ള ടൈമിൽ തുടക്കത്തിൽ ക്ലാസ് കാണാനുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. ക്ലാസ് കണ്ടിട്ടാണ്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഒരു സബ്ജക്ട് കവർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിലേക്ക് പോകുമായിരുന്നു. ബേസിക്കലി ക്ലാസ്സിന് കൂടെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ നമ്മൾ ക്ലാസ്സിലൂടെ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ ഇത് ഈ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ നോട്ട് മേക്കിങ്ങിന്റെ കാര്യം പറയാറുണ്ട്. അതായത് ഷോർട്ട് നോട്ടിന്റെ കാര്യം. പിന്നെ നമ്മളല്ലാതെ തന്നെ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ പറയാറുണ്ട്. അതായത് ഇപ്പോൾ എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ തെറ്റുകൾ ഒരു സെപ്പറേറ്റ് നോട്ടിൽ എഴുതി വെക്കുക, അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്തിരുന്നു? അതായത് നമ്മുടെ തെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക? കാരണം നമ്മൾ എക്സാം എഴുതുമ്പോഴും മോക്ക് എഴുതുമ്പോഴും ഒക്കെ തെറ്റുകൾ വരും. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്? ബേസിക്കലി ഇപ്പോൾ സ്കോറിന്റെ ഇപ്പൊ എല്ലാ സബ്ജക്ട്സ് നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സ്കോറിന്റെ ഷോർട്ട് ആൻഡ്സ് ഉണ്ടായിരുന്നു. കുറെ നമുക്ക് PDFs ഷോർട്ട് ആൻഡ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പൊ അത് ഞാൻ കുറെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ ഷോർട്ട് ആൻഡ്സ് വെച്ചിട്ടാണ് ബേസിക്കലി ഞാൻ സ്റ്റാർട്ട്. ഇൻ കേസ് എനിക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ചില കാര്യങ്ങൾ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിരുന്നു. കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഷോർട്ട് ആൻഡ്സ് ആണ് ബേസിക്കലി ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കോറിന്റെ തന്നെ ടിപ്സ് ആയിട്ടുള്ള ഷോർട്ട് ആൻഡ്സ് ക്യൂ കാർഡ്സ് അതൊക്കെയാണ് ബേസിക്കലി പോകുന്നത്. അപ്പൊ ഇതില് ഞാൻ മറ്റേ എക്സാമിന് തെറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു, അതെങ്ങനെയായിരുന്നു? ഞാൻ അത് ബേസിക്കലി അങ്ങനെ ഫോളോ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എനിക്ക് വിചാരിക്കുന്ന ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ അത് പോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കാറ്. കാരണം അത് പിന്നെ ബോധറായിട്ട് കാര്യമില്ല. പക്ഷെ ഒരു വീക്കായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ നോക്കി. ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ ചില സബ്ജക്ട് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഈ ഒരു ഞാൻ ചോദിച്ചത് ശരിക്കും നമ്മുടെ റിയൽ കേരള PSC എക്സാം അല്ല. നമ്മൾ മോക്കൊക്കെ എഴുതുമ്പോൾ നമുക്ക് സ്ഥിരമായി തെറ്റുന്ന ചില ഏരിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. കാരണം ഷോർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മൾ അതിന് എഫേർട്ട് എടുക്കേണ്ട ഒരു സാധനമാണ്. ആ ഷോർട്ട് നോട്ട് മേക്കിംഗ് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി, അതിന് എത്രത്തോളം എഫേർട്ട് വേണ്ടി വന്നിരുന്നു, അതൊന്ന് പറഞ്ഞ പോലെ നമുക്ക് മാക്സിമം കിട്ടുന്ന ടൈമിൽ നമ്മൾ സ്വന്തമായിട്ട് ഷോർട്ട് ആൻഡ്സ് പ്രിപ്പയർ ചെയ്യാൻ നോക്കി. അതില്ലാത്ത ചില സബ്ജക്ട്സ് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അറിയാം. നമ്മൾ ടൈം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില സബ്ജക്ട്സ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ലാതെ. അപ്പൊ അതിന്റെ നമ്മൾ ഷോർട്ട് ആൻഡ്സ് ഇതുപോലെ സ്കോറിന്റെ ഷോർട്ട് ആൻഡ്സ് ഡയറക്റ്റ് എടുത്തിട്ട് അത് വെച്ച് ഫോളോ ചെയ്യാൻ നോക്കി, കവർ ചെയ്യാൻ നോക്കി. അപ്പൊ ആ ടൈമിൽ നമ്മൾ ടൈം ലിമിറ്റേഷൻ നമുക്കറിയാം. ആ ഫുൾ വീഡിയോ കണ്ട് തീർക്കാൻ കഴിയില്ല നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് അതിന്റെ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ നമ്മൾ ക്യൂ കാർഡ്സും അതിന്റെ ഷോർട്ട് ആൻഡ്സും
കളക്ട് ചെയ്തിട്ട് അത് ബേസ് ചെയ്ത് പഠിക്കുന്നത്. നമ്മുടെ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 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 മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് എന്തായിരിക്കും വിഷ്ണുവിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? അതായത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ പലരും ചോദിക്കുന്നത് നമ്മൾ ചുമ്മാ പോയി എഴുതിയാലും കിട്ടുമോ PSC, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ PSCക്ക് ആവശ്യമാണോ? എന്താണ് വിഷ്ണുവിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഇനിയിപ്പോ നമ്മൾ ബേസിക്കലി അടുത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇരിക്കുക. അടുത്ത സെറ്റ് എക്സാം എപ്പോഴാണ് വരുന്നത് എന്നുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇരിക്കുക. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളെ ഏത് രീതിയിൽ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ. ടൈം ഇല്ലാത്തവരാണെങ്കിൽ ബേസിക്കലി എന്താ ചെയ്യുന്നത്, ഒരു ഓൺലൈൻ കോച്ചിങ് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുക. വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കൗട്ട് ചെയ്യാതിരിക്കാൻ നോക്കും. ഇടയ്ക്ക് വെച്ച് നമ്മൾ ബാക്കൗട്ട് ചെയ്താലാണ് ഈ പ്രശ്നം നമുക്ക് വരുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഡൗട്ട്സ് വരുന്നത്. നമ്മൾ ബേസിക്കലി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഏതായിരുന്നാലും ഒരു സെറ്റ് എന്തായാലും കിട്ടും. നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഒരു സെറ്റ് എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോവാന്നുള്ളതാണ് ബേസിക്കലി പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം കേട്ടിരുന്നത് വിഷ്ണു എങ്ങനെയാണ് കഴിഞ്ഞ ഇത്രയും നാൾ കൊണ്ട് ഈ ഒരു റിമാർക്കബിൾ അച്ചീവ്മെന്റിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഒരുപാട് ഇത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമില്ല. കാരണം വളരെ കോമ്പറ്റീറ്റീവ് ആണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സ്വപ്നം കാണുന്ന ഒരു ജോലിയാണ്. മാത്രമല്ല കേരള PSCയിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം കൂടിയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ. വേക്കൻസി വൈസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് വൈസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അവിടെ ആ ഒരു എക്സാമിന്, ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് ഇത്രയും ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് വിഷ്ണുവിനെ സഹായിച്ച സ്ട്രാറ്റജീസ് ഇതാണ്. അപ്പൊ വിഷ്ണു പറഞ്ഞതുപോലെ കീപ് പ്രിപ്പയറിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കുക, നമ്മളുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കുക, ആ മിസ്റ്റേക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി കൂടുതൽ സമയം എടുക്കുക, കൂടുതൽ എഫേർട്ട് എടുക്കുക, ഒരു ബ്രേക്ക് വരാതെ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു എക്സാമിന് വേണ്ടിയല്ല, എപ്പോഴും നമ്മളെല്ലാവരും പറയുന്നത്, നമ്മുടെ എല്ലാ അധ്യാപകരും അതുപോലെ ഇപ്പോൾ വിഷ്ണുവും ഒക്കെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാം പറയുന്നത് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി അല്ല പഠിക്കേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നിലധികം റാങ്ക് ലിസ്റ്റിൽ എന്തായാലും നമ്മൾ എത്തുന്നുണ്ടാവും, നമ്മളൊരു സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. അപ്പോൾ ഈ ഒരു സെഷൻ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.